ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അത് പറയാൻ താനാരാ? സർ, ഇവരൊക്കെ എന്റെ ആൾക്കാരാണ്. നീ ഏതാടാ നായേ? അത് സിനിമയിൽ അഭിനയിക്കുന്ന കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിൻ്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? നീ ആരോടാണ് ഈ വർത്താനൊക്കെ പറയുന്നത്? നിനക്ക് ഞാൻ ആരാന്നറിയോ? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിലൊരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയക്കാരൻ വന്നിരിക്കുന്നു, ആദ്യം ഒരു വാർഡ് മെമ്പറെങ്കിലും ആവാൻ നോക്ക്. എനിക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തിലായാലും സ്വതന്ത്രനായി മത്സരിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അല്ല, പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ നടന്ന ഒരുപാട് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം ഒരുപാട് ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ പഞ്ചായത്തിൽ നടക്കുന്ന തെറ്റുകൾക്ക് വേണ്ടി ചോദ്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. തൊഴിലുറപ്പിലെയും മറ്റു പ്രദേശത്തെയും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ, കൊലയില്ലാത്ത കൊമ്പൻ. അപ്പം ജനകീയ വിഷയങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും യുവ നേതാക്കന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ 2 കേസുകൾ വന്നിട്ടുണ്ട്. എനിക്ക് ആ 2 കേസുകളുണ്ട്. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരു വിമർശനം നമ്മൾ ഒരാൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ ആ വിമർശനത്തിന് കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. ഇവർക്ക് എന്നെ ഭയമാണ്. നീ പേടിക്കണം, അത്രേ ഉള്ളോ? ഇത്ര മതിയോ? അഖിൽമാരാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലോ മത്സരിച്ചാലോ ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകും എന്നുള്ള ഭയമാണ് ഇവരുടെ മെയിൻ അടിസ്ഥാനപരമായ കാരണം. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇതൊക്കെ എന്ത് കണ്ടിട്ട് ബിഗ് ബോസിൽ ഇജാടി ജയിച്ചു, എനിക്ക് മറ്റേ ആപ്പിൽ കുറെ വോട്ട് ഇട്ട് അടിച്ച് ജയിച്ചെഴുതിട്ട് എന്താ കരുതി നിന്ന നിൽപ്പില് മറുകണ്ട് ചാറിന് എനിക്കൊക്കെ ആരെ വോട്ട് ചെയ്യാ? ആകെ ചളവായി.